ഇഗ്നൈറ്റ് ദ ഹോപ്പ് മിനിസ്ട്രിയുടെ ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ സ്നേഹവന്ദനം ചൊല്ലുന്നു. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയത്തെ വചന ശുശ്രൂഷയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ എന്ന് പറഞ്ഞു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി സ്തോത്രം. പകൽക്കാലം കർത്താവിൻ്റെ പാദപീഠത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തന്ന വലിയ ഭാഗ്യത്തിനായി സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിക്കണം, അത് ഞങ്ങൾക്ക് അനുഗ്രഹമായി വിടുതലായി തീരണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടെ എല്ലാവരെയും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുന്നു. ഇന്ന് നാം വായിച്ച് കേട്ടതായ ഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്ന് 14-ാം വാക്യം. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവീൻ എന്ന് പറഞ്ഞു. പലപ്പോഴും ഈ ലോകം നമ്മോട് പ്രതികരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മെ കുറ്റം വിധിക്കുമ്പോൾ പലപ്പോഴും പ്രതികരിക്കാതിരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഇവിടെ പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകം നാം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നൊരു കാര്യം, 400 ചില്ലുവാനും വർഷം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ അടിമകളായിരുന്നു. അവർക്കൊരു വിടുതൽ ആവശ്യമാണ്. അവർക്ക് ഒരു സ്വാതന്ത്ര്യം ആവശ്യമാണ്. വർഷങ്ങളായി അവർ അടിമത്തത്തിൽ കിടക്കുന്നു. അവർക്കൊരു വിടുതൽ കിട്ടി. അവർ മുൻപോട്ട് പോകുമ്പോൾ അവർക്ക് ആദ്യം നേരിടേണ്ടി വന്നത് ചെങ്കടലായിരുന്നു. ഒരു അത്ഭുത പ്രവൃത്തി കൂടെ ദൈവം അവരെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഒരു അത്ഭുത പ്രവൃത്തിയിൽ കൂടെ ദൈവം അവരെ വിടുവിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. പിന്നീട് അങ്ങോട്ടുള്ള അവരുടെ എല്ലാ യാത്രകളിലും ഓരോ ഘട്ടങ്ങളിൽ പ്രതിസന്ധികളെ തരണം ചെയ്താണ് അവർ പോയതെന്ന് വേദപുസ്തക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. വേദപുസ്തക ചരിത്രം ഇസ്രായേൽ മക്കളുടെ പ്രയാണത്തിൽ വളരെയധികം പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കാരണം അവരുടെ പ്രയാണം 40 വർഷത്തോളം എടുത്തായിരുന്നു. എക്സഡസ് പുറപ്പെട്ടു പോയി 40 വർഷമെടുത്തു വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരുവാൻ. ഇന്ന് എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദര സഹോദരി, ഒരു പക്ഷെങ്കിൽ ഇതിനു മുമ്പ് നീ പല വാഗ്ദത്തങ്ങളും, മാനുഷികമായ വാഗ്ദത്തങ്ങൾ കേട്ട് കാണാം, ദൈവികമായ വാഗ്ദത്തങ്ങൾ കേട്ട് കാണാം, അല്ലെങ്കിൽ സർക്കാർ തലത്തിൽ വാഗ്ദത്തങ്ങൾ ലഭിച്ചു കാണും. ഈ ലഭിച്ച കേട്ടതായ വാഗ്ദത്തങ്ങളൊന്നും തന്നെ നിറവേറ്റപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൽ നിന്ന് സകല വാഗ്ദത്തങ്ങളും അത് ഉവ്വെന്ന് തന്നെയായിരിക്കുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഓൾ ഹിസ് പ്രോമിസസ് ആർ യെസ്. ദൈവനാമ മഹത്വത്തിനായിട്ട് നാം ആമേൻ എന്ന് പറയുന്നു. വി സേ ആമേൻ ടു ദ ഗ്ലോറി ഓഫ് ഗോഡ്. അപ്പോൾ വാഗ്ദത്വം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തു. നിങ്ങൾ മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത്, നിങ്ങൾ അടിമത്തത്തിൽ വിടുവിക്കപ്പെട്ട മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്ത് നിങ്ങൾ വാഗ്ദത്ത ദേശത്ത് എത്തിച്ചേരും. പക്ഷെങ്കിൽ ഇതിനിടയിലെല്ലാം അവിശ്വാസം അവരെ വല്ലാതെ വേട്ടയാടിക്കൊണ്ടിരുന്നു. അവർ അവിശ്വാസത്തിന് അടിമകളായിത്തീരുന്ന പല സാഹചര്യങ്ങളുമുണ്ടായി.
ദൈവത്തെ വിശ്വസിക്കാൻ കഴിയുമോ എന്ന് വരെ അവർ പറഞ്ഞ പല സാഹചര്യങ്ങളും ഉണ്ടായി. ഈ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിലൊക്കെ വായിക്കുമ്പോൾ 12-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, മിസ്രൈമ്യർക്ക് വേല ചെയ്യുവാൻ ഞങ്ങളെ വിടണമെന്ന് ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് നിന്നോട് പറഞ്ഞില്ലയോ? എന്തൊരു കഷ്ടമാണ്. അവരെ വിടുവിച്ച് കൊണ്ടുവന്ന് ഇത്രത്തോളം ആക്കി കഴിഞ്ഞപ്പോൾ അവർ പറയുക, നിന്നോട് ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ ഞങ്ങൾക്കിതൊന്നും വേണ്ട, ഞങ്ങളവിടെ അടിമകളായിട്ട് കിടന്നുകൊള്ളാം. ഈ സിനാരിയോ നാം നോക്കുമ്പോൾ ചെങ്കടലിന് മുമ്പിൽ നിൽക്കുന്ന ഇസ്രായേൽ മക്കൾ, പിൻപിൽ നിന്ന് വളരെ വേഗത്തിൽ അവരെ പിടിച്ചടക്കുവാൻ വരുന്ന മിസ്രൈം സൈന്യം. തീർച്ചയായും ആരും ചോദിച്ചു പോകും. അപ്പോഴാണ് മോശ ഇസ്രായേൽ മക്കളോട് പറയുന്നത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുകയും. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നീ കടന്നു പോകുന്ന സാഹചര്യം എന്തു തന്നെ ആയിക്കോട്ടെ, യേശു കർത്താവിന് നിനക്ക് വിടുതൽ തരുവാൻ കഴിയും. നിനക്കൊരു നല്ല ജീവിതം തരുവാൻ അവന് കഴിയും. വിശ്വസിക്കുക മാത്രം ചെയ്യുക, നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. വേദപുസ്തക ചരിത്രം ഇപ്രകാരം പറയുന്നു, മോശ ദൈവം കൽപ്പിച്ചാക്കി കൊടുത്ത ഒരു അഭിഷേകം ചെയ്തൊരു വടിയുണ്ടായിരുന്നു. ആ ഒരൊറ്റ വടി കൊണ്ട് ചെങ്കടലിനെ രണ്ടായി പിളർക്കുവാനും സുഗമമായി ദൈവജനത്തിന് അതിൽ കൂടെ കടന്ന് അക്കരെ എത്തുവാനും. അവിടെ കൊണ്ട് തീർന്നില്ല. ദൈവജനം ഇസ്രായേൽ മക്കൾ കടന്നതിന് ശേഷം, അവർ കടന്നു പോയതിന് ശേഷം ചെങ്കടൽ പൂർവ്വസ്ഥിതിയിലേക്ക് വരുവാനും അവരെ പിന്തുടർന്നുകൊണ്ടിരുന്ന മിസ്രൈം സൈന്യം മുഴുവൻ ആ കടലിൽ ചത്തൊടുങ്ങുവാനും ഇടയായി തീർന്നു. അപ്പോൾ മോശ പറഞ്ഞ ആ വാക്കിന് അർത്ഥമുണ്ടോ? മോശ ഇതാണ് പറഞ്ഞത്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഈ പകൽക്കാലം എന്നെ ശ്രദ്ധിക്കുന്ന എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ കഴിയും? ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം, ഈ യേശു എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഈ യേശു എൻ്റെ രോഗത്തിന് വേണ്ടി പ്രവർത്തിക്കും. ഈ യേശു എൻ്റെ സാമ്പത്തികമായ ഈ പ്രയാസത്തിൽ നിന്ന് എന്നെ സഹായിക്കും. ഇന്ന് മനുഷ്യർ കാണുന്നതെല്ലാം ഭൗതികമായ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഭൗതികമായ കാര്യങ്ങൾ ഞാൻ എടുത്തു പറഞ്ഞത്. ഈ ദൈവത്തെ സേവിച്ചതുകൊണ്ട് എനിക്ക് എന്ത് ലഭിക്കും? അതാണ് സാധാരണക്കാരായ എല്ലാ മനുഷ്യരും ചിന്തിക്കുന്നത്. സഹായം കിട്ടുന്ന സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടോ എന്ന് നാം ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്യും, പത്രങ്ങളിൽ നോക്കും, ടി വിയിലെ അഡ്വർടൈസ്മെൻ്റ് എന്തെങ്കിലും അങ്ങനെ വരുന്നോന്ന് നമ്മൾ ശ്രദ്ധിക്കും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, കള്ളന്മാർ തുരന്ന് മോഷ്ടിച്ചു കൊണ്ട് പോകാത്തതും പുഴുവും തുരുമ്പും കെടുത്തിക്കളയാത്തതുമായ നിത്യമായത്, അത് നിത്യരക്ഷയാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നമുക്കിന്ന് ആവശ്യം രക്ഷയാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വലിയ ലാൻഡ്മാർക്ക് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, ഞാൻ നിങ്ങളെ ഒരു നാളും മറക്കുകയില്ല. ഐ വിൽ നെവർ ലീവ് യു നോർ forsake യു. ഒരു നാളും വിടാത്ത. ഈ ലോകത്തിലുള്ള നമ്മുടെ മാതാപിതാക്കൾ എത്ര നാൾ നമ്മെ സ്നേഹിക്കും? അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം സമയം. നിത്യനായ ദൈവം തൻ്റെ പുത്രനായ ക്രിസ്തുവിൽ കൂടെ നമുക്ക് തന്ന നിത്യരക്ഷ ഓർക്കുമ്പോൾ അത് നിത്യമായി തുടരും. നമ്മെ ഒരു നാളും കൈവിടുകയില്ല. ലോകം നമ്മെ കൈവിട്ടാലും നമ്മെ കൈവിടാത്തവനായ യേശു, അവൻ്റെ സമീപത്തേക്കാണ് അറിഞ്ഞോ അറിയാതെയോ ഇന്ന് പ്രിയ സഹോദര സഹോദരി താങ്കൾ കടന്നു വന്നിരിക്കുന്നത്.
നിങ്ങളുടെ ജീവിതത്തിന് കഴിഞ്ഞ ദിവസം വരെ ഒരർത്ഥമില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടാക്കി തരുന്ന വ്യക്തിയാണ് ശ്രീ യേശു ക്രിസ്തു. അവൻ ആരോടൊക്കെ ഇടപെട്ടിട്ടുണ്ടോ അവരുടെ എല്ലാം ജീവിതം വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. താൽക്കാലിക നന്മകളേക്കാൾ നിത്യമായതിനെ കാംക്ഷിക്കുവാൻ ഈ പകൽക്കാലം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. സങ്കീർത്തനക്കാരനായ ദാവീദ് 44-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു. 44-ാം സങ്കീർത്തനം എന്നോടുകൂടെ ചേർന്ന് വേദപുസ്തകമുള്ളവർ എടുത്താട്ടെ, ഞാൻ വായിക്കാം. 44-ാം സങ്കീർത്തനം അതിൻ്റെ 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു: തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്. ഇതാരെക്കുറിച്ചാണ് പറയുന്നറിയാമോ? ഇസ്രായേൽ മക്കളെക്കുറിച്ച്. സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്, അവരുടെ കൈ കൊണ്ടല്ല അവർ ജയം നേടിയത്, നിൻ്റെ വലം കൈയും നിൻ്റെ ഭുജവും നിൻ്റെ മുഖപ്രകാശവും കൊണ്ടത്രേ. അവിടെ അത് അക്നോളജ് ചെയ്യപ്പെടുകയാണ്. സങ്കീർത്തനക്കാരൻ ചെങ്കടലിൻ്റെ വക്കിൽ അവർ നിൽക്കുക, തീരത്ത് നിൽക്കുക. അവർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല, അവരുടെ ഭുജം കൊണ്ട് ഉപയോഗിക്കേണ്ടി വന്നില്ല. അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നത് ഒന്ന് മാത്രം: ദൈവത്തിലുള്ള വിശ്വാസം. തങ്ങളുടെ നേതാവായ മോശ പറഞ്ഞതനുസരിച്ച് അവർക്ക് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അവർ ഉവർ നിലത്തുകൂടെ, അവർ ഉണങ്ങിയ നിലത്തുകൂടെ നടന്ന് മറുകരയിൽ എത്തിച്ചേർന്നു. അതുമാത്രമല്ല, അവരുടെ ശത്രുക്കളെ പിന്നെ ആയുഷ്കാലം കാണാത്ത രീതിയിൽ കടൽ വന്ന് മൂടിപ്പോയി. ഇവിടെ സങ്കീർത്തനക്കാരൻ അതാ പറയുന്നത്: തങ്ങളുടെ വാളുകൊണ്ടല്ല അവർ ദേശത്തെ കൈവശമാക്കിയത്, സ്വന്തം ഭുജം കൊണ്ടല്ല അവർ ജയം നേടിയത്. കർത്താവേ, അവിടുത്തെ വലങ്കയും അവിടുത്തെ ഭുജവും അവിടുത്തെ മുഖപ്രകാശവും കൊണ്ട്. ഭക്തനായ പ്രവാചകനായ മോശ ഇപ്രകാരം പറഞ്ഞു: തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. കർത്താവിൻ്റെ മുഖം നമ്മുടെ മേൽ പ്രകാശിപ്പിക്കുമ്പോൾ മറ്റുള്ളവർ അത് കണ്ട് എന്താണ് ഈ മനുഷ്യർക്കുള്ള പ്രത്യേകത എന്ന് ചോദിക്കുവാനിടയായിത്തീരും. കഴിഞ്ഞ ദിവസം പെരുമാറിയതുപോലെ അല്ലല്ലോ. ഒരുപക്ഷെ അവർ നമ്മളെ കളിയാക്കുമായിരിക്കും. നാളുകൾ കഴിയുമ്പോൾ, അല്ല, ഈ വ്യക്തിയിൽ യഥാർത്ഥമായൊരു മാറ്റമുണ്ട്, ആ മാറ്റം കാണുവാൻ എനിക്ക് കഴിയുന്നുവെന്ന് അവർ പറയുവാനിടയായിത്തീരും. മറ്റുള്ളവർ നമ്മെ കാണുമ്പോൾ എന്താണ് ഈ മനുഷ്യർക്കുള്ള പ്രത്യേകതയെന്ന് ചോദിക്കത്തക്കതായ രീതിയിൽ രൂപാന്തരം വരുത്തുന്ന ഒരു കർത്താവിൻ്റെ മുൻപാകെയാണ് ഈ പകൽക്കാലം താങ്കളായിരിക്കുന്നത്. യേശുവിനെ സ്വീകരിക്കുവാൻ തയ്യാറാണോ? ഈ യേശുവിനോട് ചേർന്ന് നടപ്പാൻ നിനക്ക് മനസ്സുണ്ടോ? നിനക്ക് യേശുവിനെ വിശ്വസിക്കുവാൻ മനസ്സുണ്ടോ? പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറഞ്ഞു: നിങ്ങൾ മിണ്ടാതിരിക്കുക, ബി സ്റ്റിൽ. നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും, ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നിങ്ങൾ കാണും. ഇപ്പോഴത്തെ ഏത് സാഹചര്യം ആയിക്കൊള്ളട്ടെ, എന്ത് സാഹചര്യവും ആയിക്കൊള്ളട്ടെ, മിണ്ടാതിരുന്ന് ഈ കർത്താവിനെ ഒന്ന് സ്വീകരിച്ചാൽ അവനകത്ത് വരികയും നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. ഒരിക്കൽ ഒരു കുരുടൻ തെരുവീതിയിലിരുന്ന് ഭിക്ഷ യാചിക്കുകയായിരുന്നു. അപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു: യേശു എന്ന ഒരാൾ ഉണ്ട്, സൗഖ്യമാക്കുന്ന ആളാണ്, പറഞ്ഞു കാണും, നീ ഒന്ന് വിളിച്ചു നോക്ക്, ചിലപ്പം നിനക്ക് അദ്ദേഹം വന്ന് സൗഖ്യം, നിൻ്റെ കണ്ണ് നിനക്ക് കാഴ്ച ലഭിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത്, കഴിയുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു: യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ ചെയ്യണമേ.
കാരണം ആരോ പറഞ്ഞ് കേട്ടൊരു വാക്കിന് അദ്ദേഹം ഒന്ന് വിളിച്ചു നോക്കിയതാണ്. നമ്മൾ പറയത്തില്ലേ, കിട്ടിയാൽ കിട്ടട്ടെ, പ്രതീക്ഷകളൊന്നുമില്ല. പക്ഷെ ആളുകൾ പറഞ്ഞ് കേട്ടിടത്തോളം മിക്കവാറും എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായി. അവൻ കാഴ്ച പ്രാപിച്ചു. അവൻ മറ്റുള്ളവരെ കാണുവാൻ അവനിടയായി തീർന്നു. അവൻ്റെ ജീവിതം ഒരു പുതിയ നിലവാരത്തിലേക്ക് ഉയരുവാനിടയായി തീർന്നു. ഞാനൊരു വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്, ഒരുപക്ഷെ അവൻ ആ പട്ടണത്തിൽ ഒരു അത്ഭുത വിഷയമായി തീർന്നു കാണും. എല്ലാവരും പറയും, പണ്ട് കണ്ണ് കാണാതിരുന്ന പാർട്ടിയെ കണ്ടില്ലേ ഇപ്പോൾ പോകുന്നേ. പണ്ട് ഒന്നിനും കൊള്ളാത്തവനായിരുന്നു, ഇപ്പം പ്രയോജനമുള്ളവനാ. എനിക്കറിയാവുന്ന ഒരു മനുഷ്യൻ ഒരു വിദേശ രാജ്യത്ത് വിറക് വെട്ടുകാരനായിരുന്നു. ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോൾ അദ്ദേഹം മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ഒരു ഡിവിഷൻ്റെ വൈസ് പ്രസിഡൻ്റായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് വളരെ ബഹുമാനത്തോടൊക്കെ സംസാരിച്ചു. വളരെ വളരെ മാന്യമായൊരു വ്യക്തി. അദ്ദേഹം പോകുന്ന സഭയിൽ ഞാൻ കുറച്ച് നാൾ പോയിട്ടുണ്ട്. അദ്ദേഹം എടുക്കുന്ന സൺഡേ സ്കൂളിൽ ഞാൻ പോയി ഇരുന്നിട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞ് അവിടുത്തെ പാസ്റ്റർ എന്നോട് പറഞ്ഞു, സഹോദര, താങ്കളെ എപ്പോഴും വന്ന് കൊണ്ടുപോവുകയും താങ്കളെ എപ്പോഴും വീട്ടിലൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഈ വ്യക്തി പണ്ടൊരു മരം വെട്ടുകാരനായിരുന്നു. ഞാൻ പറഞ്ഞു, അയാൾ മരം വെട്ടുകാരനോ? അതെ, അന്നയാൾ രക്ഷിക്കപ്പെടാതെ മദ്യപിച്ച് മരം വെട്ടി നടന്നുകൊണ്ടിരുന്നതാണ്. ഏതോ ഒരു വ്യക്തി അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞു, യേശുവിനെ കാണിച്ചു കൊടുത്തു. അയാൾ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. അതിനുശേഷം അയാൾക്ക് തോന്നി അല്പം എന്തെങ്കിലുമൊക്കെ പഠിച്ചാൽ കൊള്ളാമെന്ന്. അയാൾ പഠിച്ചു. ആ സമയത്ത് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നു. നല്ല വിദ്യാഭ്യാസം നേടി. പലരും അത്ഭുതപ്പെട്ടു പോയി, ഇയാൾക്ക് ഇങ്ങനെ പഠിക്കാൻ ബുദ്ധി എവിടെ നിന്ന് ലഭിച്ചു? ഞാൻ അദ്ദേഹത്തെ കാണുമ്പോൾ അയാൾ ഒരു വലിയ കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു. നോക്കുക, യേശു ഉള്ളിൽ വന്നപ്പോൾ ഉണ്ടായ രൂപാന്തരം. അതുകൊണ്ട് അവൻ ഉടനെ പണക്കാരനായി എന്നല്ല എൻ്റെ അർത്ഥം. അവൻ്റെ ജീവിതത്തിലെ ദിനചര്യകൾക്ക് മാറ്റം വരുവാൻ കാരണമായി. അവൻ അതുവരെ പരിപാലിച്ച് അവൻ പ്രാക്ടീസ് ചെയ്ത് അവൻ ശീലിച്ചു പോന്ന ശീലങ്ങളൊക്കെയും മാറ്റി വചനപ്രകാരമുള്ള കാര്യങ്ങൾ അവൻ ശീലിക്കാൻ തുടങ്ങി. അവന് സുബോധം കിട്ടി, അവന് ജ്ഞാനം കിട്ടി, അവൻ്റെ ബുദ്ധി ഉറച്ചു. പഠിക്കണമെന്ന് അവന് തോന്നലുണ്ടായി. അവൻ പഠിച്ചു. അന്നത്തെ കാലത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സബ്ജക്റ്റ് പഠിക്കാനിടയായി തീർന്നു. തന്മൂലം വർഷങ്ങൾക്ക് ശേഷം ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം ഉന്നത പദവി വഹിക്കുന്ന ഒരു വ്യക്തിയായി മാറി. അത്ഭുതകരമായ അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ, 4 കുഞ്ഞുങ്ങൾ. എന്തൊരത്ഭുതം! യേശു ജീവിതത്തിൽ വരുമ്പോൾ പലതും മാറി മറയപ്പെടും. പലതിനും മാറ്റം സംഭവിക്കും. ഒരു പക്ഷെങ്കിൽ ലോകം നിന്നെ ആൾമാറിയവളെ പോലെ കാണുവാൻ ഇടയായിത്തീരും. ഈ പകൽക്കാലം നീ ഒന്ന് വിശ്വസിച്ചാട്ടെ, പറഞ്ഞാട്ടെ, കർത്താവേ, എനിക്ക് നിന്നെ വേണം, എൻ്റെ ജീവിതമൊന്ന് മാറണം, നിൻ്റെ സന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുന്നു, നീ എന്നെ സഹായിക്കണമേ, നീ എന്നോട് ഇടപെടണമേ, നീ രൂപാന്തരങ്ങളുടെ ദൈവമാണല്ലോ കർത്താവേ. പ്രാർത്ഥിച്ചാട്ടെ. അപ്പോൾ ഇവിടെ പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ മിണ്ടാതിരിക്കുക, ബി സ്റ്റിൽ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണും. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, ഈ ദൈവത്തിലങ്ങ് വിശ്വസിച്ചാണ്. ഞങ്ങളെ ഇത്രത്തോളം കൊണ്ടുവന്നെങ്കിൽ അക്കരെ എത്തിക്കുവാനും പൂർണ്ണതയിൽ കൊണ്ട് നിർത്തുവാനും ഞങ്ങളുടെ ജീവിതം അനുഗ്രഹമായി തീരുവാനും ഇടയായിത്തീരും.
ഒരു പരാജയമെന്ന് കഴിഞ്ഞ നാളുകളിൽ നിന്നെക്കുറിച്ച് പറഞ്ഞ എല്ലാവരും ലജ്ജിതരായിത്തീരും. അതുമാത്രമല്ല, അവരെ തോൽപ്പിക്കുകയല്ല നമ്മുടെ ലക്ഷ്യം, അവർക്കും ഈ യേശുവിനെ കൊടുക്കുവാൻ പ്രിയ സഹോദര സഹോദരി താങ്കൾക്ക് കഴിയും. കർത്താവ് നമ്മെ വിളിച്ചത് അനുഗ്രഹിക്കപ്പെടുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരായിരിക്കയാൽ നാം അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന യേശുവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് നാളെ മറ്റൊരാളോടും പങ്കുവെക്കുവാൻ കഴിയും. വിശ്വസിക്കുന്നവർ ആയിരിക്കുന്ന സ്ഥാനത്ത് കരങ്ങൾ ഉയർത്തി ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നോക്ക്, നമ്മൾ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരുന്നത്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ അനുഗ്രഹമായിരുന്നു. അവൻ ലോകത്തിൻ്റെ നീതിയായിരുന്നു. ഓർക്കണം, നീതി ലഭിക്കാതിരുന്ന നമുക്ക് ഉള്ളായിരുന്ന സ്ഥാനങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തു നീതിയായി ഇറങ്ങി വന്നിട്ടുണ്ട്. എങ്ങനെ അത് സാധിച്ചു? എങ്ങനെ ആ കേസ് എനിക്ക് അനുകൂലമായി തീർന്നു? നാം അറിയാതിരിക്കുമ്പോഴും അത് നമ്മെ തേടി വരുന്ന കർത്താവിൻ്റെ സ്നേഹം. ഈ പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചു കൊടുക്കാം. ഈ യേശുവിനെ എനിക്ക് വേണമെന്നൊന്ന് പറഞ്ഞാട്ടെ. കർത്താവിനെ ഇതുവരെ രക്ഷിതാവായി സ്വീകരിക്കാത്ത, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കാത്ത ഏതെങ്കിലും വ്യക്തികൾ എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കുമോ? ഈ പകൽക്കാലം ഒന്ന് ഏൽപ്പിച്ച് കൊടുക്കാമോ? കർത്താവിൻ്റെ മുൻപാകുന്ന സമർപ്പിച്ച് കൊടുക്കാമോ? അവൻ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. നിങ്ങളുടെ ജീവിതം പുതിയതായിട്ട് എഴുതും. നിങ്ങളൊരു പുതിയ കഥയായി മാറും. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ പകൽക്കാലം ഈ വചന ശുശ്രൂഷ കേട്ട എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് പ്രവർത്തിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ഇന്ന് ഈ വചന ശുശ്രൂഷ കഴിയുമ്പോൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിപ്പാൻ കേട്ട ഏതെങ്കിലും വ്യക്തികൾ തയ്യാറാകുന്നെങ്കിൽ കർത്താവേ, അതവർക്ക് അനുഗ്രഹമായി നീതിയായി കണക്കിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെല്ലാവരെയും താഴ്ത്തി സമർപ്പിക്കുന്നു. ഇത് അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥന അവിടുന്ന് കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കും കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു: അഭിഷേകത്തോടെ അധികാരത്തോടെ ദൈവത്തിനായി ഒരു തലമുറ എഴുന്നേൽക്കും. അവർ ദൈവത്തിനായി രാജ്യങ്ങൾ കീഴടക്കും എന്ന ഈ മനോഹരമായ ഗാനത്തിലൂടെ നമുക്ക് കർത്താവിനെ സ്തുതിക്കാം.